ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. മറ്റ് വാർത്തകൾ നോക്കാം. സിൽവർ ലൈൻ ചർച്ചയ്ക്കെതിരെ പ്രതിഷേധവുമായി കേരയിൽ വിരുദ്ധ സമരസമിതി. കോഴിക്കോട് കാട്ടിലപ്പീടികയിലെ സമരപ്പന്തലിൽ പ്രതിഷേധം ശക്തമാക്കി. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തട്ടിക്കൂട്ട് ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നതെന്നും പദ്ധതി പിൻവലിക്കാതെ അലൈൻമെന്റ് മാറ്റിയാലും ശക്തമായ പ്രതിഷേധം തുടരുമെന്നും സമരസമിതി ഭാരവാഹികൾ വ്യക്തമാക്കി. കേരളത്തിലെ സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്ന് കൊച്ചിയിൽ നടക്കുകയാണ്. അത് തട്ടിക്കൂട്ട് ചർച്ചയാണെന്നാണ് കേരയിൽ വിരുദ്ധ സമരസമിതി ആരോപിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും ആദ്യം കേരളിനെതിരെ സിൽവർ ലൈനിനെതിരെ സമരം തുടങ്ങിയത് കോഴിക്കോട് കാട്ടിലപ്പീടികയിലാണ്. കാട്ടിലപ്പീടികയിൽ 1400-ലധികം ദിവസത്തിലേറെയായി ഇപ്പോഴും തുടർച്ചയായി സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സമരപ്പന്തലുണ്ട്. ആ സമരപ്പന്തലിൽ ഓരോ ദിവസവും ഇവിടെ സമരം കൃത്യമായി നടക്കുന്നു. ഓരോ സമരഭടന്മാർ മാറി മാറി സമരം ചെയ്യുന്നു. അവർ ഇന്ന് പ്രതിഷേധ സംഗമമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം അവർ പറയുന്നത് കേരളയിൽ ഈ ഒരു സംസ്ഥാനത്തിന് ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ്. ആ ഒരു വിഷയത്തിൽ ഇന്ന് നടക്കുന്നത് തട്ടിക്കൂട്ട് ചർച്ചയാണ് എന്നുള്ളതാണ്. നേരത്തെ ഈ സമരം നടന്നപ്പോൾ മേധാ പട്കർ, ഒപ്പം തന്നെ SP ഉദയകുമാർ അടക്കമുള്ള ആളുകൾ, ദയാബായി, പ്രശാന്ത് ഭൂഷൺ അടക്കമുള്ള പ്രമുഖരെല്ലാം തന്നെ ഇവിടെ നടന്ന സമരത്തെ അഭിവാദ്യം ചെയ്ത് എത്തിയിരുന്നു. ഇന്നിപ്പോൾ നടക്കുന്ന ചർച്ചയെക്കുറിച്ച് സമരസമിതിയുടെ ചെയർമാനായിട്ടുള്ള TT ഇസ്മായിൽ എന്താണ് പറയാനുള്ളത്? ഇന്നത്തെ ചർച്ചയെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഇന്നത്തെ ചർച്ച യഥാർത്ഥത്തിൽ ഒരു തട്ടിക്കൂട്ട് ചർച്ചയായിട്ട് തന്നെയാണ് തോന്നുന്നത്. കാരണം എന്താ പറഞ്ഞാൽ 4.5 വർഷമായി ഓൾറെഡി ഈ കേരളിൻ്റെ DPR പുറത്തുവിട്ടിട്ട്. പക്ഷേ ഇന്നലെയാണ് സെൻട്രൽ ഗവൺമെൻറ് റെയിൽവേ അതോറിറ്റി അതിനെ റിജക്റ്റ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഞങ്ങൾ കാണുന്ന അപകടം എന്താണെന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇവർ തമ്മിലുള്ള കരാർ ഉടനെ തന്നെ പുതിയൊരു DPR സമർപ്പിക്കപ്പെടും. ഓൾറെഡി അണിയറയിലുള്ള DPR സമർപ്പിക്കപ്പെടും. ഈ കേരയിൽ എന്ന് പറയുന്ന മഹാദുരന്തത്തെ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുമിച്ച് ഇതിന് യെസ് വെക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുമോ എന്നുള്ളതാണ് സമരസമിതിയുടെ ഭയം. പക്ഷേ സമരസമിതി ഉറച്ച നിലപാടാണ്. ആര് ഇതിന് അനുകൂലമായി വന്നാലും, ഇനി ആരെല്ലാം ഈ കേരളത്തിന് അനുകൂലമായാലും അതിനൊക്കെ ജനകീയ സമരം കൊണ്ട് എതിർത്ത് തോൽപ്പിക്കാൻ കഴിയുമെന്നുള്ള ഉറച്ച ആത്മവിശ്വാസം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം 2020 ഒക്ടോബർ 2-നാണ് ഈ സത്യാഗ്രഹ സമരം ആരംഭിക്കുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഈ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ നടന്ന മൊത്തം സമരങ്ങൾ എടുത്തു നോക്കിയാൽ ഇതിനൊരു സമരത്തിൻ്റെ മാതാവ് എന്ന് വിളിക്കാവുന്ന അർത്ഥത്തിലുള്ള ഏറ്റവും നീണ്ടു നിന്ന ഒരു സമര പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ കാട്ടിലപ്പീടികയിൽ നടക്കുന്ന ഈ സമരം. ഞങ്ങൾക്ക് പോലും അറിയാതെ തുടങ്ങിയിട്ടുള്ള, ഞങ്ങളുടെ ഒരു വീട് പോകുന്നതും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങിയിട്ടുള്ള ഒരു സമരമാണ് യഥാർത്ഥത്തിൽ ഇതെങ്കിലും, മറിച്ച് അതിന് ഏറ്റവും വലിയ ഒരു ജനകീയ വിഷയവും അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ പാരിസ്ഥിതിക ബോധത്തെ ഏറ്റവും നന്നായി തൊട്ടറിയുന്ന രീതിയിലേക്കും ഒക്കെ ഈ നാട് മാറുന്ന ഈ സമരം കേരളത്തെ മുഴുക്കെ പാരിസ്ഥിതിക ബോധത്തെക്കുറിച്ചും സാമൂഹിക ബോധത്തെക്കുറിച്ചും ഒക്കെ യഥാർത്ഥത്തിൽ ഉണർത്തുന്ന ഒരു സമരമായിട്ട് ഇതിനെ മാറ്റാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ കേരളം ഈ സമരത്തെ ഉറ്റുനോക്കുന്നു. ഞങ്ങൾ കേരളം മുഴുക്കെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു ചെയിനായിട്ട് ഈ സമരത്തിൽ കണ്ണിചേരാൻ 10,000-കണക്കിന് ആളുകൾ റെഡിയാണ്. അവരെ കൂട്ടിയിണക്കിക്കൊണ്ട് വീണ്ടും ഈ സമരമുഖത്ത് അതിശക്തമായി നിലനിന്നുകൊണ്ട് കേരളയെ എതിർത്ത് തോൽപ്പിക്കുമെന്നുള്ളത് ഉറച്ച വിശ്വാസമാണ്. ഈ കേരളയിൽ അല്ലെങ്കിൽ എന്ത് ബദലാണ് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്? ഒപ്പം തന്നെ ഈ സമരത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തമാണ് കൂടുതലുള്ളത്. സ്ത്രീകളെ പങ്കാളിത്തം വെച്ചാൽ തുടക്കം തൊട്ടിട്ട് ഇതുവരെ ഈ പങ്കാളിത്തത്തിൽ യാതൊരു കുറവും വന്നിട്ടില്ല. പിന്നെ ഇതിൻ്റെ ബദൽ സംവിധാനം എന്ന് പറയുന്നത് ഇപ്പോൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഹൈ സ്പീഡിൽ പോകുന്ന ട്രെയിനുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അത് തന്നെ റെയിൽവേ ഒക്കെ നന്നാക്കിക്കൊണ്ട്, റെയിൽപാതകളൊക്കെ നന്നാക്കിക്കൊണ്ട് ഹൈ സ്പീഡ് റെയിൽ വരുന്നത് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഞങ്ങൾ പറയുന്നത് ഈ സമരമായിട്ട് ഞങ്ങൾ ഈ ചർച്ച അനുകൂലമായിട്ടുള്ളൊരു ചർച്ച വന്നാലും, ഈ അലൈൻമെൻറ്റ് മാറ്റിയിട്ടുള്ളൊരു ചർച്ച വന്നാൽ പോലും ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറൂല. കാരണം ഞങ്ങൾ ഈ കേരളത്തിനെ സംരക്ഷിക്കുക എന്നതാണ്. ഈ ഇപ്പോഴത്തെ പ്രകൃതി ദുരിതമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കേരളം മുഴുവനും വളരെ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയിലൊക്കെ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ കേരളയിലും കൂടി വന്നാൽ ഈ കേരളത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റൂല. ഈ ജനങ്ങൾ മുഴുവനും അബദ്ധത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് വരുന്നത്. അത് തന്നെയല്ല, നമ്മുടെ വരുന്ന തലമുറക്ക് വരെ ഇത് ഭാവിയിലേക്ക് ഭയങ്കര ദോഷം ചെയ്യുന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ അലൈൻമെൻറ്റ് മാറ്റിക്കഴിഞ്ഞാലും ഈ ചർച്ച അനുകൂലമായി വന്നാലും ഞങ്ങൾ ഈ കേരളയിലുമായിട്ട് സമരമായിട്ട് മുന്നോട്ട് പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനെല്ലാ സ്ത്രീകളും ഇനിയും അണിനിർത്തിക്കൊണ്ട് ശക്തമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചത്. ഇതിൻ്റെ തുടർ സമരം എങ്ങനെയായിരിക്കും? ഇന്നിപ്പോൾ എറണാകുളത്ത് നടക്കുന്ന റെയിൽവേയും കേരളയിൽ അധികൃതരുമായിട്ടുള്ള
ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രതിഷേധ സൂചകമായിട്ടാണ് ഇന്നത്തെ സമരം നടക്കുന്നത്. തുടർന്ന ദിവസങ്ങളിൽ ഈ സമരപന്തലിൽ സജീവമായി തുടരുകയും ഒപ്പം നമ്മുടെ ഈ ജില്ലാ കമ്മിറ്റിയുണ്ട്, സംസ്ഥാന കമ്മിറ്റിയുണ്ട്. ആ സംസ്ഥാന ജില്ലാ കമ്മിറ്റികൾ ആലോചിച്ചുകൊണ്ട് ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് വരും. പിന്നെ ഞങ്ങൾ ഓൾറെഡി സമരം വിജയിപ്പിക്കുന്നതിൽ കേരളത്തിലെ പ്രതിപക്ഷം ഞങ്ങളെല്ലാ അർത്ഥത്തിലും, പ്രതിപക്ഷ കക്ഷികൾ എല്ലാ അർത്ഥത്തിലും പിന്തുണച്ചിട്ടുണ്ട്. മാത്രമല്ല പിന്നെ പാരിസ്ഥിതിക മേഖലയിലെ എല്ലാ സംഘടനകളും ഞങ്ങൾ ഈ സമരത്തോട് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് അപ്പോൾ ഈ ലൈക്ക് മൈൻഡഡ് പാർട്ടീസുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് അതിശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ തുടർ നടപടി. കേരളത്തിൽ വരുമ്പോൾ കൂടുതൽ പേർക്ക് വീടും സ്ഥലവും നഷ്ടമാകുന്നു എന്നതിനപ്പുറം അത് പാരിസ്ഥിതികമായ കോട്ടമുണ്ടാക്കുന്നു എന്നുള്ളതാണ് ഈ കേരള വിരുദ്ധ സമരസമിതി പറയുന്നത്. അതുകൊണ്ട് തന്നെ അലൈൻമെൻറ്റ് മാറ്റിയാൽ പോലും ഈ സമരം തുടരുമെന്ന് അവർ പറയുന്നു. ഇനി ഇതല്ലാത്ത രീതിയിൽ നിലവിലെ പാത വികസിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രക്രിയയായിരിക്കും കേരളത്തിൻ്റെ റെയിൽ വികസനത്തിന് ഏറ്റവും ഉചിതമെന്ന ഒരു നിർദ്ദേശമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. ആ നിർദ്ദേശം പരിഗണിക്കപ്പെടുന്നത് വരെ സമരം തുടരാൻ തന്നെയാണ് ഈ കാട്ടിലെ പീടികയിലെ സമരസമിതിയുടെ തീരുമാനം. ക്യാമറ പേഴ്സൺ സജി തറയിലിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.